ഇറ്റാലിയോ കാൽവിനോയുടെ പ്രസിദ്ധമായ ഒരു രചനയുണ്ട്, അദൃശ്യ നഗരങ്ങൾ, ഇൻവിസിബിൾ സിറ്റീസ്. അതിലൊരു നഗരം ഭൂമുഖത്ത് നിന്ന് ഇല്ലാതെയാകുന്നത് നഗരവാസികൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ കൊണ്ടുണ്ടായ മാലിന്യത്തിൻ്റെ മല ഇടിഞ്ഞു വീണ് നഗരം അതിനുള്ളിൽ അകപ്പെട്ടിട്ടാണ്. അത്തരമൊരവസ്ഥയെ ഏതു നിമിഷത്തിലും ഞെളിയൻ പറമ്പിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട്ടുകാർ അനുഭവിച്ചേക്കാം. അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട്ടുകാരിയായ ജിജി നഗരത്തിലെ മാലിന്യങ്ങൾ നഗരത്തിൽ തന്നെ, അതായത് ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ച് വളമാക്കി മാറ്റുന്ന സ്വപ്ന പദ്ധതിയുമായി എത്തുന്നത്. പാളയം മാർക്കറ്റിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ദിനംപ്രതി ടൺ കണക്കിന് മാലിന്യമാണ് ഇവിടെ നിക്ഷേപിക്കപ്പെടുന്നത്. നഗരത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന സ്ഥലം പാളയത്തെ പച്ചക്കറി മാർക്കറ്റാണ്. നഗരത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിറങ്ങുന്നതും പെരുമാറുന്നതുമായ ഇടമാണ് പച്ചക്കറി മാർക്കറ്റും അടുത്തുള്ള ബസ് സ്റ്റാൻഡും. കോഴിക്കോട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട മിഠായി തെരുവും ഇതിനടുത്താണ്. പലപ്പോഴും പാളയത്തിന്റെ ദുർഗന്ധം മിഠായി തെരുവിലെ ഹൽവ കടകളിൽ പോലും എത്താറുണ്ട്. പാളയം മാർക്കറ്റിലെ മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിച്ച് ജൈവ വളമാക്കി മാറ്റുന്ന ഒരു മാലിന്യ സംസ്കരണ പദ്ധതിയാണ് ജിജി രൂപകൽപ്പന ചെയ്യുന്നത്. കൃത്യമായി എന്താണ് സ്ത്രീപക്ഷ പ്രശ്നങ്ങളെന്നും എന്തുകൊണ്ട് സ്ത്രീകൾ പുറത്തേക്ക് വരുന്നില്ല എന്നുമുള്ള ചർച്ച ഇന്ന് നമ്മൾ കാണുന്നില്ല. എൻ്റെ ഇഷ്ടകലാരൂപം നങ്ങ്യാർകൂത്ത് മാർഗീസതി. ഇത്രയും ഒരു ലെജൻഡിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവര് നമ്മളെ മുമ്പിൽ കളിച്ചതിന് എന്തൊരു സുന്ദരിയാണ്. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും വിളിക്കാറുണ്ട് ഇപ്പൊ അതുകൊണ്ട് കുറെ കോണ്ടാക്ട്സ് ഉണ്ട്. മുരുകൻകാട്ടാകട, മാർഗീസതി. അതെ, അങ്ങനെ ഒരു നല്ല കുറെ ആൾക്കാരെ കാണാൻ പറ്റിയ സന്തോഷം. ചെയ്തപ്പോൾ ഒരു മനസ്സുകൊണ്ട് അത്ര ഇഷ്ടപ്പെടാത്ത സെഗ്മെന്റ് ഏതാ?
മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്ത സെഗ്മെൻ്റായിട്ട് ഞാൻ അങ്ങനെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറേ വിഷമം തോന്നിയ സെഗ്മെൻറ്റുകളൊക്കെയാണ് ഉള്ളത്. മീൻസ് എന്താ പറയുക, ഡിബേറ്റ്, വാദം പ്രതിവാദം. അത് ആക്ച്വലി എനിക്കൊരു ഹാഫ് ആൻ അവർ മുന്നേ ആണ് എനിക്ക് ആ സബ്ജക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെയായിരുന്നു എനിക്ക് ക്വിസ് ഉള്ളത്. അപ്പം എൻ്റെ മനസ്സ് നിറയെ ഗുജറാത്തായിരുന്നു. ഗുജറാത്ത് നേരെ വന്ന് അതെ, എനിക്ക് എന്താ രാഷ്ട്രീയ രംഗത്തെ സ്ത്രീ സാന്നിധ്യം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 4 ക്വസ്റ്റ്യൻസ് പഠിച്ചു വെച്ചു എന്നല്ലാതെ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് അല്ലായിരുന്നു, ഒന്നും അല്ലായിരുന്നു. അപ്പോഴാണ് എന്താ പറയുക, എനിക്ക് വന്ന ആൾ എന്നോട് തിരിച്ച് ചോദിച്ചു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ പെട്ടു. മാർക്ക് കിട്ടി. പുരുഷാധിപത്യം നമ്മൾ രാഷ്ട്രീയത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഒരു കാര്യം പുരുഷാധിപത്യം. അപ്പോൾ അതുകൊണ്ട് കഴിവുള്ള ഒരുപാട് സ്ത്രീകൾ പുറന്തള്ളപ്പെട്ടു പോകുന്നുണ്ടോ? എന്താ മാഡം എന്താ പറയുന്നത് അതിനെപ്പറ്റി? ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയല്ല കാണാൻ ശ്രമിക്കുന്നത്. കാരണം ആഗോള വ്യാപകമായി നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ പുറത്തുള്ള അല്ലെങ്കിൽ നോൺ ഇക്കണോമിക് ആയിട്ടുള്ള ജോലികൾ കൂടുതൽ ചെയ്യുകയും പുരുഷന്മാർ പുറത്തിറങ്ങി ജോലി ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥയാണ് നമ്മൾ ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുക. നോൺ ഇക്കണോമിക് ആയി തന്നെ സമ്പത്ത് കിട്ടുന്ന സാമ്പത്തിക രംഗങ്ങളിലേക്ക് സ്ത്രീകൾ അധികം വരാതിരിക്കുകയും പുരുഷന്മാരാണ് കൂടുതലായി തൊഴിൽ വിഭജനം, ഈ പറയുന്ന രീതിയിലേക്ക് ലിംഗപരമായ തൊഴിൽ വിഭജനം ലോകവ്യാപകമായി കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു പുരുഷന്മാർ വിടുന്നില്ല അല്ലെങ്കിൽ സ്ത്രീകളാണ് കാരണം എന്ന് പറഞ്ഞ കാര്യത്തോട് എനിക്ക് ഒരു തെളിവ്, നമ്മുടെ കാഴ്ചപ്പാടുകൾ, സമൂഹത്തിലെ കാഴ്ചപ്പാടുകളാണ് സ്ത്രീകളും പുരുഷന്മാരും എന്ന് പറയുന്ന 2 വ്യക്തികളല്ല ഈ പറയുന്ന അവസ്ഥയ്ക്കൊക്കെ കാരണം. അതുമാത്രവുമല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ കാണേണ്ടത് കെയർ ഇക്കോണമി എന്ന് പറയുന്ന ഒന്നുണ്ട്. എന്ന് വെച്ചാൽ സ്ത്രീയും പുരുഷനും സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജീവശാസ്ത്രപരമായ വ്യത്യസ്തകൾ സ്ത്രീയും പുരുഷനും തമ്മിലുണ്ട്. സ്വാഭാവികമായിട്ടും ആ പ്രത്യേകതകളെ തിരിച്ചറിയുകയും അസറ്റ് ക്രിയേഷൻ, ഹ്യൂമൻ അസറ്റ് ക്രിയേഷൻ എന്ന് പറയുന്ന മനുഷ്യവിഭവമാണ് ലോകത്തിലിപ്പോൾ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുമ്പോൾ ഈ വിഭവത്തിൻ്റെ അതിൻ്റെ ക്രിയേഷൻ, നർച്ചറിങ്, ഇതിലൊക്കെ തന്നെ സ്ത്രീ പങ്കെടുക്കുന്നതിനെ നമ്മൾ കാണാതിരിക്കുകയും സ്ത്രീ ബോധപൂർവം പിടിച്ചു വലിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് കൃത്യമായ തിരിച്ചറിവില്ലാത്ത ജെൻഡർ ബ്ലൈൻഡ് ആയിട്ടുള്ള പോളിസീസാണ് നമ്മൾ എടുക്കാറുള്ളത്. അതിൻ്റെ ഭാഗമായി പരസ്പരം സ്ത്രീയും പുരുഷനും ശത്രുക്കളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇത് മാറേണ്ടതുണ്ടെന്നും കൃത്യമായി എന്താണ് സ്ത്രീപക്ഷ പ്രശ്നങ്ങളെന്നും എന്തുകൊണ്ട് സ്ത്രീകൾ പുറത്തേക്ക് വരുന്നില്ല എന്നുമുള്ള ചർച്ച ഇന്ന് നമ്മൾ കാണുന്നില്ല. കാരണം അതിനുള്ള കാരണം ഇതൊരു ആഗോള അജണ്ടയാണ് എന്ന് പറയേണ്ടി വരും. കാരണം വളർന്നു വരുന്ന സ്ത്രീകളെ തളയ്ക്കാനുള്ള ഓടുന്ന പട്ടിയുടെ ഒരു മുഴ മുമ്പേ എറിയുന്ന തന്ത്രം മുതലാളിത്ത കച്ചവട സ്ഥാപനങ്ങൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ചർച്ച എന്ന് വെച്ചാൽ സ്ത്രീകളാണ് വരാത്തത്, പുരുഷന്മാരാണ് വരാത്തതെന്നുള്ള രീതിയിലേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വളരെ ഗൗരവപൂർവ്വം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിലൊരു ഞാൻ ഇപ്പോൾ ആസ് എ പേഴ്സൺ യു ഹാവ് ഇംപ്രൂവ്ഡ് എന്ന് പറഞ്ഞാൽ ജിജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുമ്പോൾ വെച്ചാൽ ഇമ്പ്രൂവ്മെന്റ് അല്ല, വന്നതിൽ നിന്നും ഭയങ്കര തലത്തിലേക്ക് ജിജി പോയിട്ടുണ്ട്. കാരണം ആ ഒരു പറയുന്ന സ്ഥലത്തും എസ്പെഷ്യലി താൻ ചോദിച്ച ചോദ്യം നമ്മുടെ MLA യോട് ഒരു പ്രത്യേക ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ഞാൻ പറയാൻ ഓർമ്മയില്ല, പക്ഷെ ഇന്ന കാര്യങ്ങൾ ഇന്ന സംഭവം 4 പുഴയുടെ കാര്യം എടുത്തു. കോരപ്പുഴ, അകലാപ്പുഴ, പിന്നെ മൂരാട് പുഴ. അതെ, ഈ 3 പുഴ ഞങ്ങളെ ബോർഡറാ മണ്ഡലത്തിന്റെ ആ സമയത്ത് വരണ്ടേ പറയാൻ, എഴുതി കൊടുന്നാലും പറയാൻ പറ്റണ്ടേ. അതിന്റെ കുറെ ചതുരശ്ര കിലോമീറ്റർ ഒക്കെ താങ്കൾ പറഞ്ഞു, അതിന്റെ ഫോറസ്റ്റിന്റെ ഏരിയ ഒക്കെ പറഞ്ഞു. സോ അന്ന് ഞാൻ ഇവിടെ തന്നെ ഇന്ററപ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, ജിജി എന്ത് മാതിരി എന്റെ മനസ്സിൽ ഞാൻ തോന്നി പറഞ്ഞ കേട്ടോ, സത്യമായിട്ടും പറയാം. അപ്പൊ അത് ദാറ്റ് ഈസ് യുവർ ചാം. സത്യം പറഞ്ഞത് താങ്കൾക്ക് എല്ലാം എന്നുള്ളൊരു സംഭവത്തിലാണ്. ഇപ്പൊ നമ്മൾ ഫൈനൽസിലേക്ക് എത്തുകയാണ്. ഇതെല്ലാവരും ചോദിക്കേണ്ട ഒരേ ചോദ്യം, ഭയങ്കര ബോറടിക്കും കേട്ടിട്ടുണ്ടെങ്കിൽ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ എന്ന് പറയുമ്പോൾ താങ്കൾക്കുള്ളൊരു മാനസികാവസ്ഥ, അതായത് എന്തായിരിക്കാം ഫൈനൽ? സാധാരണ ഒരു ഫൈനലൊന്നും അല്ലത്, മാർക്കിട്ടിട്ട് എന്താ പറയാ, ഇതല്ല, ഇതൊരു സമൂഹത്തിന് വേണ്ടിയിട്ടൊരു ഡെവലപ്മെന്റ്. അതെ, അതും ഇതിന് ശേഷം ഞാൻ സ്ത്രീയിൽ ജിജി എവിടെയാണ്? എങ്ങനെയാ ഫൈനൽ ശേഷം ഫൈനലിൽ വിൻ ചെയ്തോ ഇല്ലയോ, അതിനുശേഷമുള്ള ജിജിയുടെ യാത്രയിൽ ഞാൻ സ്ത്രീ എന്ന ഈ ഷോ എത്രത്തോളം? തീർച്ചയായിട്ടും എനിക്കൊന്ന് ഈ 15 കണ്ടസ്റ്റൻസ്, ഈ 15 പേരും ഞങ്ങൾ നല്ല കൂട്ടാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഷോയ്ക്ക് അപ്പുറത്തേക്ക് ഞങ്ങളെ എന്താ പറയുക, ഒരു ഞങ്ങളെ പ്രവർത്തനങ്ങൾ തന്നെ വേണമെങ്കിൽ നാടിന് നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തന്നെ ഞങ്ങൾ 15 പേരും ചേർന്നിട്ട് അങ്ങനെ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തൊരു ചെറിയ പ്രോജക്റ്റ് ചെയ്യണം. ഇതിൽ പൈസക്കാളൊക്കെ എല്ലാവരും ഫിനാൻസ് ചെയ്യണം. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സീസൺ 2 ആൾക്കാർക്ക് ലൈവായിട്ട് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ കാണിച്ചു. അതെ അതെ, തീർച്ചയായിട്ടും അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഫൈനലിൽ എന്താ നിങ്ങളുടെ ഒരു ടെൻഷൻ ഇല്ലാത്ത ഒരാളാണ്? ഫൈനലില് എനിക്ക് എന്താ പറയാ, അങ്ങനത്തെ പാരകളിൽ ഊണയ്ക്കാൻ പോണ ഒരു ഇതേ ഉള്ളൂ. എങ്ങനെ പാരകളിൽ ഊണയ്ക്കാൻ പോണ ഒരു ഫീലിംഗ് കൂടെ പോണം അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ തന്നെ അവിടെ വെച്ച് കണ്ടുകൊണ്ട് ഞാൻ പറയാം ഒരു കാര്യമുണ്ട്, തൻ്റെ മകളാണ് ഇത് ഏറ്റവും അധികം എൻജോയ് ചെയ്തേക്കണത്.
തന്റെ ഷൂട്ടിംഗ് ആണെങ്കിലും മറ്റുള്ളവരുടെ ഷൂട്ടിംഗ് ആണെങ്കിലും തന്റെ മകളുടെ ഒരു അവിടെ enjoyment. വീട്ടിലിപ്പോ Dance ആങ്കറിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുൾ ടൈം ഫുൾ ടൈം. അവള് ഡാൻസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇതേപോലെ എല്ലാ രജീഷിന്റെ എല്ലാ എക്സ്പ്രഷൻസും കാര്യങ്ങളും എല്ലാ ആക്ഷനും എല്ലാം ഉണ്ടാവും. ദൈവം ഇത് കണ്ടുപിടിച്ചിരിക്കവിടെ ഇവിടെ വന്നിരിക്കും അതിനായിരിക്കുന്നത്. പക്ഷെ അവളെ ഞങ്ങൾ എല്ലാ ദിവസവും എന്താ പറയാ കറണ്ട് കെട്ടിന് ഇത് കണ്ടിരിക്കണം. ഈശ്വര നിങ്ങളുടെ ഒരു യോഗേ ഞാൻ സ്ത്രീ കാണുന്നു. ഞങ്ങൾ അതിലെ കണ്ടസ്റ്റന്റും അവൾ തന്നെയാണ്, ആങ്കറും അവൾ തന്നെയാണ്. വേണമെങ്കിൽ ക്യാമറ സന്തോഷ് പണ്ഡിറ്റിനെ പോലെ എല്ലാം ചെയ്യുന്നുണ്ട്. അതെ, വെരി ഗുഡ്. കാരണം അവൾ എൻജോയ് ചെയ്ത മാതിരി അവളുടെ അവധിക്കാലം ഇതിന്റെ അകത്ത് അവള് എന്താ പറയാ ശരിക്കും ഗംഭീരാക്കി. അപ്പൊ എന്തായാലും ഫൈനൽസിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. തീർച്ചയായും. താങ്ക്സ് ജിജി. താങ്ക് യു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജാൻസ് 3 പവേർഡ് ബൈ ഇംപെക്സിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ജിജിയുടെ വിശേഷങ്ങൾ കേട്ടല്ലോ. ജിജി വളരെ ചിരിച്ചിട്ടാണ് എല്ലാം നേരിട്ടേക്കണത്. ഒരു വിഷമമുണ്ടെങ്കിലും സന്തോഷമുണ്ടെങ്കിലും ഒക്കെ ഈ ഒരു ചിരിയിൽ ഒതുക്കും. അതൊരു നല്ല ടീച്ചറിൻ്റെ കഴിവാണ്. കാരണം ഷീസ് ഓൾസോ എന്താ പറയുക ടീച്ചറായിട്ടൊരു സ്കൂൾ നടത്തുന്ന ഒരു കുട്ടിയാണ്. പാർട്ട്ണറാന്ന് പ്രത്യേകം പറഞ്ഞു കിട്ടുന്നാലും അതുമാത്രമല്ല ആദ്യത്തെ 3 സെഗ്മെന്റിൽ 7 മാർക്ക് മേടിച്ച ആരും ഒന്ന് താഴും, കുറച്ചൊന്ന് ടെൻഷൻ അടിക്കും. പക്ഷെ അതിന്ന് ഉയർന്നു വന്ന് 10 മാർക്കും മേടിച്ചിട്ടുണ്ട്. അത് ജഡ്ജസ് തന്നെ പറഞ്ഞു ഒരുപാട് മുന്നോട്ട് വന്നിട്ടുണ്ട് ജിജി എന്നുള്ളത്. അത് വലിയൊരു കാര്യമാണ്. മാത്രമല്ല ഈ 15 കുട്ടികളുടെ കൂടെ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു കഴിവ്, ഒരു തൻ്റെ ഇടം അത് എന്താ പറയുക ജിജിക്ക് നല്ലോണം ഉണ്ട്. ഇപ്പോൾ കാർ ഓടിക്കുന്ന കാര്യം തന്നെ പറഞ്ഞില്ലേ, എനിക്ക് തന്നെ അസൂയ കേട്ടപ്പോൾ കാറൊക്കെ ഓടിച്ച് നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ ഫ്രീ ബേർഡ് ആയിട്ട് നടക്കുകയാണ് ജിജി. ഇതിന് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരുടെ സ്വപ്ന പദ്ധതി ആണെങ്കിലും നായികയെ കൊണ്ടുവന്ന ദൗത്യമാണെങ്കിലും എല്ലാത്തിലും ഒരു ജിജിയുടെ ഒരു സ്റ്റാമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല നോട്ടോടെ ഞങ്ങളിവിടെ ഇപ്പോൾ പോവാണ്. പുതിയ കണ്ടസ്റ്റന്റ് വരുന്നവരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജാൻസ് 3 പവർഡ് ബൈ ഇംപെക്സ്.